ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി മുട്ടക്കറിയാണ്. വളരെ ടേസ്റ്റിയായി നമുക്കിത് ഇതുപോലൊരു മുട്ടക്കറി വെച്ച് നോക്കാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അതാ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഒരു കുക്കർ വെച്ചെടുത്ത ശേഷം അതിലേക്ക് നമ്മൾ എണ്ണ ഒഴിച്ചെടുക്കുന്നുണ്ട്. എണ്ണ ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് പട്ടയും ഗ്രാമ്പും നമുക്ക് ഇട്ടെടുക്കാം. അതൊന്ന് ചൂടായി വന്നതിന് ശേഷം നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിൻ്റെ ഒരു പച്ചമണം മാറി വരുമ്പോൾ നമുക്കതിലേക്ക് സവാള ചേർത്തെടുക്കാം. ഒരു 2 വലിയ സവാളയാണ് എടുത്തിരിക്കുന്നത്. സവാള ചേർത്തെടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇനി സവാള നന്നായിട്ടൊന്ന് വഴണ്ട് വരണം. നമുക്ക് അല്പം ഉപ്പുപൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, സവാള പെട്ടെന്ന് വഴണ്ട് വരാൻ വേണ്ടി. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയൂടെ ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയൂടെ ചേർത്തെടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ സവാളയൊക്കെ ഏകദേശം ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരല്പം വെള്ളം ഒഴിച്ചൊരു 10 മിനിറ്റ് കുക്കർ അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കുക. ആ പുള്ളി നന്നായിട്ട് വെന്ത് ഉടഞ്ഞ് വരും. അപ്പോൾ അത് ആ 10 മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, 1/4 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ കുരുമുളക് പൊടി, 1 സ്പൂൺ ഗരം മസാല. ഇത് ഇത്രയും നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പൊടിയുടെയൊക്കെ ഒരു പച്ചമണം മാറി വരുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തക്കാളിയാണ്. ഒരു ചെറിയ തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. തക്കാളിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് ഉടഞ്ഞ് വരണം. ഉടഞ്ഞ് വന്നതിന് ശേഷം അതിലേക്ക് ഒരു അല്പം ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/2 ഗ്ലാസ് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കുളച്ച് ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്കതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. തേങ്ങാപ്പാലിൻ്റെ 1-ാം പാലാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങാപ്പാലും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. ഇതൊന്ന് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട ചേർത്ത് കൊടുക്കാം. മുട്ട ചേർത്ത് കൊടുത്ത് ഒരു 10 മിനിറ്റ് കൂടെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മുട്ടക്കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടെ നമ്മളിതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കല്ലേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇതുപോലുള്ള വീഡിയോസുമായിട്ട് ഇനിയും കാണുന്നതുവരെ ബൈ ആൻഡ് താങ്ക് ഫോർ വാച്ചിങ്.